ഹലോ, നമുക്കിന്നൊരു ഉത്സവത്തിന് പോയാലോ? നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ഒരു കാവുണ്ട് കേട്ടോ. ഇതാണ് മുത്താച്ചിക്കാവ്. ഇവിടെ നമുക്ക് ഉത്സവമാണ്. മുത്താച്ചിക്കാവിൽ ഉത്സവം തുടങ്ങിയിട്ട് ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരുപാട് വർഷം മുന്നേ ഇവിടെ ഉത്സവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ചെറുതായ സമയത്തൊന്നും ഉത്സവമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ജനിക്കുന്നതിൻ്റെയൊക്കെ മുന്നേ ഇവിടെ ഉത്സവം പണ്ട് നടന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അവിടെയുള്ള അമ്മമാരൊക്കെ കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ വീണ്ടും ഉത്സവമൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഉത്സവം വൈകുന്നേരം ആയിട്ടുണ്ട്. എല്ലാ കച്ചവടക്കാരും പൊരിയും അതുപോലെ എല്ലാ കച്ചവടക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വർഷമായിട്ട് നോമ്പിനായിരുന്നു ഉത്സവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ആയപ്പോൾ ഫുൾ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ എഴുന്നള്ളത്തം വരാൻ. അപ്പോൾ ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഇത് കാണാനാണ് കാര്യമായിട്ട് ആൾക്കാർ മതിലിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുന്നിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് എഴുന്നള്ളത്തം നമ്മുടെ കാവിലോട്ട് കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് പോകാൻ. അപ്പോൾ ഇവർ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ചെണ്ട കൊട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് ഈ ചെണ്ട കൊട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവർ തുടിയാണ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ദീപം പിടിച്ചിങ്ങനെ പോകുന്ന താലപ്പൊലി എടുത്ത് പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒരു ഡ്രസ് കോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നേരെ അടുത്ത പരിപാടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോമരം ഇവിടെ നമ്മുടെ കടയിലുള്ള ചേട്ടനാണ് കേട്ടോ. പാവം ഒരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ കടയിൽ ഗ്രീൻ പീസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് നമ്മളിതാ കടയിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നോക്കിയാലോ. ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഡബിൾ ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐശൂട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഒരു സിംഗിൾ നമ്മുടെ ഗ്രീൻ പീസ് ഒരു സിംഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ പറഞ്ഞു എന്നല്ലാണ്ട് ആൾ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ബ്രെഡ് ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐസ്ക്രീമും പൊരിയും നുറുക്കും ഇതെല്ലാം വാങ്ങിച്ച് കുറച്ച് ടോയ്സും കമ്മലും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.